നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി തുടങ്ങി, നമ്മുടെ എല്ലാ വണ്ടികളും ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങ് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ചേട്ടൻ തന്നെ, ഇവിടെയുള്ള മുൻസാമി ചേട്ടൻ തന്നെ നമുക്ക് വഴി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. പക്ഷെ നമ്മൾ പോകുമ്പോഴേക്കും കണ്ടോ, നിങ്ങൾ നമ്മുടെ റിസോർട്ട് മുഴുവനായിട്ട് ക്ലൗഡി ആയി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ വിഷ്വൽസ് മുഴുവൻ നോക്കുക. ഇവിടെ മുഴുവനായിട്ട് കോട കയറി തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും മുഴുവനായിട്ട് കോട മൂടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് നമ്മൾ പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റിസോർട്ടിൻ്റെ ബാക്കിൽ നമ്മളൊരു അഡ്വഞ്ചറായിട്ട് നമ്മളിപ്പോൾ ഒരു ട്രക്കിംഗ് പോയല്ലോ, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ബൈക്ക് പോകുന്ന റൂട്ടുണ്ട്. നല്ല അഡ്വഞ്ചർ ട്രക്കിംഗ് റൂട്ടാണ്. അപ്പോൾ ഓഫ് റോഡ് റൂട്ടാട്ടോ, ഓഫ് റോഡ് റൂട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബൈക്ക് കയറ്റി നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഉള്ളത്. അപ്പോൾ ആദ്യം വെള്ളച്ചാട്ടത്തേക്ക് പോകും. ഇതൊക്കെ നമ്മുടെ റിസോർട്ടിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ നല്ലൊരു പേരക്ക മരം ഉണ്ട്. അതൊന്ന് കാണിച്ചാൽ അടിപൊളി പേരക്ക. ചേട്ടൻ സമ്മതിച്ചിട്ടാണ് നമ്മൾ പറിച്ചു കേട്ടോ. ചേട്ടൻ സമ്മതിച്ചിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. നോട്ടെ നല്ല പഴുത്ത അടക്കാപ്പ കേട്ടോ. പോലെന്നാ ഒന്നുകൂടി പറിക്കാം. ഞാൻ കിട്ടിയൊക്കെ ഒന്ന് കാണിച്ച നല്ല പഴുത്ത അടക്കാപ്പ കേട്ടോ. പോലെന്നാ ഇതിന്റെ പോരി ഗായ്സ്. അങ്ങനെ നമ്മൾ വാട്ടർഫാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ മുനിയസ്വാമി ചേട്ടനുണ്ട് കേട്ടോ. നമ്മുടെ റിസോർട്ടിലെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന മുനിയസ്വാമി ചേട്ടനാണ് നമുക്ക് വഴികാട്ടിയായിട്ട് മുന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാട്ടോ നമ്മൾ വണ്ടി ഇത്രയും സ്ലോവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിസോർട്ടിൽ നിന്നും ഈ ഒരു വാട്ടർഫാളിലേക്ക് 1 കിലോമീറ്റർ ആട്ടോ ലോങ് വരുന്നത്. നിങ്ങൾക്കറിയായിരിക്കും റിസോർട്ടിൽ നിന്നും പരുന്തുംപാറയിലേക്കും കറക്റ്റ് 1 കിലോമീറ്റർ തന്നെയാണ് വരുന്നത്. ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര് ആനവിലൂന്തൻ വാട്ടർഫാൾ എന്നാട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, വാട്ടർഫാളിലേക്കുള്ള ഒരു അടിപൊളി ഗേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വെച്ച് നമ്മളൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. കൊല്ലത്തുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കാര്യങ്ങളൊക്കെ ചേട്ടനൊക്കെ പറയും. ഇവിടുത്തെ പ്ലേസ് എങ്ങനെയുണ്ട്? ഈ ഒരു പ്ലേസ്, ഈ വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട്? നല്ല വെള്ളച്ചാട്ടമാണ്. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വെള്ളച്ചാട്ടമാണ്. അല്ല, ചേട്ടൻ ആദ്യം പരിചയപ്പെടുത്തി, ചേട്ടന്റെ പേര് മറ്റു കാര്യങ്ങൾ. എന്റെ പേര് കണ്ണൻ. ഞാൻ ടിപ്പറിലെ ഡ്രൈവറാണ്. ഇതെന്റെ വൈഫാണ്. ഇത് എന്റെ സഹോദരങ്ങളാണ്. ഇത് മോളിക്ക് 2 എന്റെ മക്കളാണ്. അതുപോലെ തന്നെ ആരോ ഒരാൾ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്തു. ഏഷ്യാനെറ്റില് ഫീമെയിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഞാൻ എന്റെ ഫോട്ടോ ഇവിടെ കാണിക്കട്ടോ. ഓക്കെ. പിന്നെ വേറെ ചേട്ടൻ എന്താ? ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് ആണ്. കൺസൾട്ടിംഗ് ആണ്. അതുപോലെ തന്നെ എന്തോ നേരത്തെ മൃണാൾസിനായിട്ട് എന്തോ ബന്ധം പറഞ്ഞല്ലോ. കൺസൾട്ടിംഗ് ആണ്. നമ്മള് എല്ലാ ഗ്രൂപ്പ് എല്ലാവരുമായിട്ടും നമുക്ക് ബന്ധങ്ങളുണ്ടല്ലോ. നമ്മള് ഫുള്ളൊരു ഹോട്ടലെടുത്ത് കൺസൾട്ട് ചെയ്തു. അപ്പോൾ ചേട്ടന്മാരായിട്ട് ഞങ്ങൾ പരിചയപ്പെടുത്തു. കൊല്ലത്തുള്ള ടീമാണ്. അപ്പോൾ നമ്മളിനി കൊല്ലത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ചേട്ടൻ ഇനി മലപ്പുറം വരുവാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പൊളി വൈബാണ്, പൊളി ടീമാണ്. അപ്പോൾ ഞങ്ങളിനി നേരെ വെള്ളച്ചാട്ടത്തേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിലെ അടിപൊളി വിഷ്വൽസ് ഇനി കാണാം. കൈ പിടിച്ച് വന്നിരിക്കാം. താഴെ നിന്ന് കുളിക്കാനുള്ള പാറയും എല്ലാം ഉണ്ട് നമുക്ക്. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകല്, വെള്ളം വീടെടുത്ത് ആഴം കൂടുതലാണ്. അങ്ങോട്ട് പോകല് മക്കളാരും. എന്തായാലും കൈ പിടിച്ച് നിന്നിട്ട് മാത്രമേ അങ്ങോട്ട് പോയി നിന്ന് ആ ആഴം നോക്കിയിട്ട് കുളിക്കാവൂ. ഭയങ്കര താഴ്ച അവിടെ. ആ വെള്ളം വന്ന് വീണെടുത്ത് കുത്തു താഴ്ച, മോളിൽ നിന്ന് വന്ന് വീണെടുത്ത് മാത്രം താഴ്ച. പിന്നെ നമുക്ക് നല്ലോണം ഈ വെള്ളം വരെ നിൽക്കാം. ഈ വെള്ളം വരെ നമുക്ക് നിൽക്കാം. അതിനപ്പുറത്തോട്ട് മക്കൾ പോകരുത്. കാര്യം അവിടെ നല്ല താഴ്ച. അവിടെ എൻജോയ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം. പെർമിഷൻ ഇല്ലാതെ ഇവിടെ വരാൻ പറ്റില്ല. പെർമിഷൻ വരാതെ വരാൻ പറ്റില്ല. നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു. തിളപ്പായത്. അപ്പോൾ ഇതിൽ ഇങ്ങോട്ട് അങ്ങനെ എല്ലാവർക്കും ഒന്നും വരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ റിസോർട്ടിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടനോട് പറയുകയാണെങ്കിൽ ചേട്ടൻ ഇതിനുള്ള പെർമിഷനൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിന് ചേട്ടൻ പ്രത്യേകിച്ച് ഫീസോ അങ്ങനെ കാര്യങ്ങളൊന്നും നമ്മുടെ ഒന്നും ഈടാക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വാട്ടർഫാൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാട്ടർഫാളിൻ്റെ കവാടമാട്ടോ. ഇവിടെയാണ് വാട്ടർഫാളിൻ്റെ കവാടം. നമ്മുടെ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാഗമണ്ണ്, അതുപോലെ തന്നെ പരുന്തുംപാറ, ഈ ഏരിയയിലേക്ക് വരുന്ന ആളുകൾക്ക് ഫ്രഷ് ആവാനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി വാട്ടർഫാളാണ്. അങ്ങ് ദൂരെയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഇവിടെ സേഫായിട്ട് നിർത്തട്ടോ. കാരണം ഒരാളുടെ കണ്ണ് വേണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചേട്ടനോട് സംസാരിച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ വെള്ളച്ചാട്ടത്തിൽ നിൽക്കുന്ന സമയത്തും വണ്ടിയിലൊരു കണ്ണുണ്ടാവണം എന്ന് പറഞ്ഞു. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ സാധനം മിസ്സാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിറച്ച അട്ട ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേക്കും 2-3 അട്ടകളൊക്കെ നമ്മളെ കടിച്ചു. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാം.
അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളെ ചെറുക്കന്മാരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് മക്കളെ. പൊള്ളി വൈബാണ്. ഓ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ അവൻ്റെ ഒരു ഹൈറ്റ് നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വെള്ളച്ചാട്ടമാണ്. പിന്നെ പൊതുവേ ആളുകൾക്ക് പരിചിതമല്ലാത്തൊരു സ്ഥലം കേട്ടോ. പിന്നെ നമ്മുടെ ഓണർ, നമ്മളെ റിസോർട്ടിൻ്റെ ആൾ പറഞ്ഞ ഒരു പരിചയം വെച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്തിൻ്റെ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും വരാം. പിന്നെ പെർമിഷൻ ചോദിക്കുക. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ടെൻറ്റ് ക്യാമ്പിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ റിസോർട്ട് സ്റ്റേ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണേഴ്സിനോട് നിങ്ങൾ പെർമിഷൻ വാങ്ങിയിട്ട് വരിക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടോ. ഇവിടെ ഗേറ്റ് തുറന്നാണ് കടന്നിരുന്നത്. പക്ഷേ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർമിഷൻ എടുത്ത് വരിക. അടിപൊളി വൈബാണ് കണ്ടോ. ഇങ്ങോട്ട് അങ്ങനെ വെള്ളം ഒലിച്ച് പോവാണ്. ഇവിടെയാണ് അടിപൊളി വെള്ളച്ചാട്ടമാണ്. നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മുടെ വാട്ടർഫാളിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ഉണ്ട്. നമുക്കിവിടെ ഇരുന്നിട്ട് വൈബായിട്ട് വാട്ടർഫാൾ നോക്കിയിരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ സ്ത്രീകളും മറ്റൊക്കെ ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ പ്ലേസാണ്. പിന്നെ പൊതുവേ ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രൈവസി ആയിട്ട് കുളിക്കാനും പറ്റിയ പ്ലേസ് ആട്ടോ. പിന്നെ സൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല, കാരണം വാട്ടർഫാളിൻ്റെ സൗണ്ട് നന്നായിട്ടുണ്ട്. പിന്നെ അവരൊക്കെ അവിടെ നന്നായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെ കേട്ടോ. ഞാനങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പോവാണ്. നല്ല തണുത്ത വെള്ളമാണ്. നിങ്ങൾക്ക് കാണാം, നല്ല തണുത്ത വെള്ളമാണ്. പൊളി വൈബ് വീഴാൻ പോകുന്നുണ്ട്. അപ്പോൾ പൊളി വൈബ് ഏരിയയാണ്. നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിപൊളിയായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയ പ്ലേസാണ്. എല്ലാവരും ഇപ്പോൾ എൻജോയ്മെന്റ് മൂഡിലാണെന്ന് തന്നെ പറയാം. ഗൈസ്, അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് അടക്കി എന്ന് തന്നെ പറയാം കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ യാത്രയിൽ തന്നെ ആയിരുന്നു. യാത്രയുടെ എല്ലാ ക്ഷീണവും നമ്മളിവിടെ കഴുകി കളഞ്ഞു പറയാം. ഒരു ക്ഷീണവും ഇപ്പം ഇല്ല. അടിച്ച് പൊളിച്ച് അടക്കി എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ടെൻറ്റ് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ കുളിക്കാനും മറ്റൊക്കെ ഇതുപോലുള്ള വാട്ടർഫാളുകളാണ് എല്ലാവരും ആശ്രയിക്കാറുള്ളത്. അത്തരം ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് അടിച്ച് പൊളിച്ച് നിങ്ങളുടെ ക്ഷീണം മുഴുവൻ കഴുകി കളയാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസാണ് ഈ ഒരു വാട്ടർഫാൾ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് വിടുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. രണ്ട് സൈഡിലുമായിട്ട് നിങ്ങൾ കാണുന്ന ഈ ഒരു പുൽമേടുകൾക്കിടയിലൂടെയുള്ള ഈ ഒരു നടത്തെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക വൈബനുണ്ട്. നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം, രണ്ട് സൈഡിലും പുൽമേടുകളാണ്.